ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവം വചനമായിരുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം വാക്യത്തിൽ പറയുന്നു. ആ വാക്യത്തിൽ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നതാണ് ദൈവമാണ് വചനം. അപ്പോൾ നമുക്ക് പിശാചിനെ ജയിക്കുവാൻ ഏറ്റവും വലിയ ആയുധമാണ് വചനമെന്ന ദൈവത്തിൻ്റെ ശബ്ദം. ദൈവം തന്നെയാണ് വചനം. വചനം നാം പറയുമ്പോൾ അവിടെ ദൈവമാണ് മുന്നമേ കടന്നു വരുന്നത്. പിശാചിനെ തോൽപ്പിക്കുവാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് വചനം എന്നുള്ളത്. വചനത്തെ നാം ഏറ്റു പറയുന്നതിനനുസരിച്ച് നമ്മെ പിശാചിന് ഒരിക്കലും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. പിശാചിനെ ജയിക്കുവാൻ നമ്മെ ദൈവം ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ദൈവമാകുന്ന ആ വചനത്തെ നാം ഏറ്റു പറയുന്നതിനനുസരിച്ച്, നമ്മുടെ നാവ് കൊണ്ട് നാം പറയുന്നതിനനുസരിച്ച് നമ്മിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വരുമ്പോൾ ഒരു പിശാചിനും ഒരു ശക്തികൾക്കും മറ്റേതൊരു ശക്തികൾക്കും നമ്മെ തോൽപ്പിക്കുവാനോ നമ്മെ നശിപ്പിക്കുവാനോ നമ്മെ തകർക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് നാം എന്ത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് നമ്മുടെ ഉള്ളിൽ പിശാച് മന്ത്രിക്കുന്ന രീതിയിലുള്ള അവസ്ഥകൾ കടന്നു വരുമ്പോഴും നാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ വചനത്തെ ഏറ്റുപറഞ്ഞ് വചനത്തെ വിളിച്ച് ഉറച്ച് പറഞ്ഞുകൊണ്ട് നാം സകലത്തെയും ജയിക്കുവാൻ തക്കവണ്ണം, സകല എതിരുകളെയും ജയിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ പ്രാപ്തിയുള്ളതാക്കി മാറ്റും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന ആ വചനത്തിൽ തന്നെ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് ആ ദൈവം എന്ന് വ്യക്തമാക്കുന്നു. ആ വചനം ഏറ്റു പറയുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുവാൻ ഇടയാകും. എന്നാൽ ഞാൻ പടത്തുകൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്നുള്ള ആ വചനം പറയുമ്പോൾ തന്നെ ശത്രുവിനെ പോരാടി ജയിക്കുവാനുള്ള അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായി കടന്നു വരികയും ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളതായി നമുക്ക് മാറുവാൻ സാധിക്കും. ധനപരമായി നാം ഞെരുങ്ങുമ്പോൾ ദൈവം ധനത്തിനൊത്തവണ്ണം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ള വചനത്തെ ഏറ്റുപറയണം. ആകാശത്തിലെ കലവറകൾ തുറന്ന് സ്ഥലം പോരാതവണ്ണം നമ്മളെ സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള ആ വചനങ്ങളെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ മുമ്പേ കടന്നു വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയെല്ലാം മാറ്റിത്തരുവാൻ ആ വചനത്തിന് സാധിക്കും. നാം വചനം പറയുമ്പോൾ ദൈവത്തെയാണ് ഏറ്റുപറയുന്നത്. ദൈവത്തെ ഏറ്റുപറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ വ്യത്യാസങ്ങൾ, വലിയ ചേഞ്ച്, നമ്മുടെ ജീവിതത്തിൽ വലിയ മിറക്കിൾസ് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിശാചിന് നമ്മെ ജയിക്കുവാൻ സാധിക്കുകയില്ല. പിശാചിനെ നാം വചനം കൊണ്ട് തോൽപ്പിക്കുന്ന നാളുകളായി ഓരോ ദിവസവും തീരട്ടെ. ഓരോ വ്യക്തി ജീവിതങ്ങളും വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒട്ടും മുട്ടുണ്ടാകുകയില്ല എന്ന് ഉള്ള ആ വചനം പറയുമ്പോൾ തന്നെ നമ്മളെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം എടുത്തു മാറ്റുവാൻ ഇടയായിത്തീരും. ദൈവം സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക്, രോഗത്തിലായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് സൗഖ്യം കടന്നു വരുവാൻ ഇടയാകും. എൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു എന്ന വചനം പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അടിപ്പിടരുകളാൽ നമ്മുടെ ശരീരത്തിന്മേൽ സൗഖ്യം കടന്നു വരുവാൻ ഇടയായിത്തീരും. അങ്ങനെ അനേകം വചനങ്ങൾ നമുക്ക്
വചനം ബൈബിളിൽ നിന്ന് നമുക്ക് അനേകം വചനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ആ പിശാചിനെ പടവെട്ടി കയറുവാൻ തക്കവണ്ണം നമുക്കെതിരായി കടന്നു വരുന്ന പൈശാചിക ശക്തികൾക്കെതിരായി, നമുക്കെതിരായി കടന്നു വരുന്ന പോരാട്ടങ്ങൾക്കെതിരായി, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല. നമ്മുടെ മുമ്പേ മനുഷ്യരായിരിക്കും പല രീതിയിലും പ്രശ്നങ്ങൾ കൊണ്ടിടുന്നത്. പക്ഷേ അവരിലൂടെ പ്രവർത്തിക്കുന്നതായ ആ അന്ധകാരത്തിൻ്റെ ശക്തിയെ, ആ പൈശാചിക ശക്തിയെ നാം മനസ്സിലാക്കിക്കൊണ്ട് ആ പൈശാചിക ശക്തിയെ പടവെട്ടി കയറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വ്യത്യാസങ്ങളും വലിയ വലിയ നന്മകളും വലിയ വലിയ അനുഗ്രഹങ്ങളും നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന സ്ഥിതികൾക്ക് തന്നെ വലിയ മാറ്റങ്ങൾ കടന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രവുമല്ല, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച്, നാം മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുവാനിടയായിത്തീരും. നാം മറ്റുള്ളവരെ ഒരിക്കലും ദ്രോഹിക്കുവാൻ, മറ്റുള്ളവരുടെ തകർച്ച ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. നാം എപ്പോഴും ദൈവമക്കളാണോ, നാം എപ്പോഴും അനുഗ്രഹിക്കുന്നവരായി മാറണം. നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ, നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ നന്മകൾ കടന്നു വരുവാൻ, നാം തന്നെ അതിശയിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കടന്നു വരുവാൻ, മിറക്കിൾസ് ദൈവം ചെയ്തു തരുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി നാം മാറണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി മാറണം. നമ്മെ ദ്രോഹിക്കുന്ന, നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ മുറിവേൽപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ നുറുക്കുന്ന, നമ്മെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ആ വ്യക്തി ജീവിതങ്ങളോട് ഒരു പകയോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാതെ വണ്ണം നാം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ നാം കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് അവരെ അനുഗ്രഹിക്കുന്നതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണം. അവരുടെ രൂപാന്തരത്തിനായി പ്രാർത്ഥിക്കണം. അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം. അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അവരെ കൊണ്ട് പിശാചത്രേ അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ആ പിശാചിനെ മനസ്സിലാക്കിയിട്ട് ആ പിശാച് തകരണമെങ്കിൽ നാം അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. നാം അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതായ ആ പിശാച് ഉരുകിപ്പോകുവാനിടയായിത്തീരും. ദൈവം ഒരിക്കലും നമ്മെ തോൽപ്പിക്കാതെ വണ്ണം നമ്മെ സംരക്ഷിച്ച് വഴി നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നാം മറ്റുള്ളവരെ ശപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും ശാപമായി തീരും. അതുകൊണ്ട് ഒരിക്കലും നാം മറ്റുള്ളവരെ ശപിക്കാതെ, മറ്റുള്ളവരുടെ തകർച്ച ആഗ്രഹിക്കാതെ നാം അവരെ അനുഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എപ്പോഴും അനുഗ്രഹിച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന മക്കളായി ഓരോ ദൈവമക്കളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.